ഓം ശാന്തി. ഞാൻ സമ്പൂർണ്ണ നിശ്ചയബുദ്ധി വിജയി ആത്മാവാണ്. ഈ സമാനത്തിൽ സ്വയം സ്ഥിതമാക്കുന്നു. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. എൻ്റെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാണ് നിശ്ചയം. എനിക്ക് ബാബയിൽ സമ്പൂർണ്ണ നിശ്ചയമുണ്ട്. ബാബ ഏത് ശ്രീമതം നൽകിയോ അതിനെ യഥാർത്ഥ രീതിയിൽ മാനിച്ച് ഞാൻ ശ്രീമതമനുസരിച്ച് നടക്കുന്നു. ഞാൻ നിശ്ചയ ബുദ്ധിയാത്മാവാണ്. എനിക്ക് സ്വയം തന്നിലും സമ്പൂർണ്ണ നിശ്ചയമുണ്ട്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ശ്രേഷ്ഠ ഭാഗ്യവാനാണ്. ഞാൻ സമ്പന്ന ആത്മാവാണ്. എനിക്ക് സ്വയം തന്നിൽ സമ്പൂർണ്ണ നിശ്ചയമുണ്ട്. എവിടെ നിശ്ചയമുണ്ടോ അവിടെ ബാബയുടെ സഹായമുണ്ടാകുന്നു. ഓരോ കാര്യത്തിലും എൻ്റെ സഫലത നിശ്ചിതമാണ്. എൻ്റെ ബ്രാഹ്മണ പരിവാരത്തിലും എനിക്ക് സമ്പൂർണ്ണ നിശ്ചയമുണ്ട്. ബാബയെ തിരിച്ചറിഞ്ഞവർ ചുരുക്കം ചിലരാണ്. പരമാത്മാവിൻ്റെ സത്യസ്വരൂപത്തെ തിരിച്ചറിയാനുള്ള വിശേഷതയുണ്ട്. അതിനാൽ ഇവരെല്ലാം വിശേഷാത്മാക്കളാണ്. സ്വയം ബാബ സെലക്ട് ചെയ്തവരാണ്. സർവരും ദേവകുലത്തിലെ ആത്മാക്കളാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു രാജധാനിയിൽ വരുന്നവരാണ്. ഇത് ശുദ്ധ സംബന്ധത്തിൻ്റെ ജീവിതമാണ്. ഈ സമയം മുഴുവൻ കൽപ്പത്തിലും ശ്രേഷ്ഠ സമയമാണ്. പുരുഷോത്തമയുഗമാണ്. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും മേളയുടെ യുഗമാണ്. പുരുഷാർത്ഥം തീവ്രമാക്കി സമയത്തിന് മുമ്പ് സ്വയം പരിവർത്തിതമാകണം. ഞാൻ സമയത്തെ സമീപം കൊണ്ടുവരുന്ന ശ്രേഷ്ഠാത്മാവാണ്. ഈ നിശ്ചയത്തിലാണ് എൻ്റെ വിജയം. ഞാൻ സദാ സന്തോഷത്തിലാണ്. എൻ്റെ ഭഗവാനാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് മന്മനാഭവ. ഇന്നലെ ഞാൻ കല്ലുബുദ്ധിയായിരുന്നു. ഇന്ന് പവിഴബുദ്ധിയായിക്കൊണ്ടിരിക്കുന്നു. നിശ്ചയത്തിൻ്റെ ആധാരത്തിൽ എൻ്റെ ഭാഗ്യം തുറക്കപ്പെടുന്നു. നിശ്ചയബുദ്ധിയായി എൻ്റെ ബുദ്ധിയെ ബാബയുടെ അടുത്തെത്തിക്കുന്നു. ഞാൻ സദോ പ്രധാനമാകുന്നു.
ഞാൻ നിശ്ചയ ബുദ്ധിയായി നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു. വിനാശകാലത്ത് ഞാൻ പ്രീതബുദ്ധിയായി മാറുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ പൂർണ്ണമായും സാഗരമായി മാറൂ. ബാബയിൽ എത്രത്തോളം ജ്ഞാനമുണ്ടോ അത് മുഴുവൻ ധാരണ ചെയ്യൂ. ഞാൻ കല്ലുബുദ്ധിയിൽ നിന്നും പവിഴബുദ്ധിയാകുന്നു. ഇത് സദാ ബുദ്ധിയിൽ ഓർമ്മയുണ്ടെങ്കിൽ അത് തന്നെയാണ് മന്മനാഭവ. ഇപ്പോൾ എനിക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഭഗവാനെ കാണുന്നതിനു വേണ്ടി ഓർമ്മയുടെ യാത്രയിൽ ഓടണം. ഞാൻ ആത്മീയ സാമൂഹിക സേവകനാകുന്നു. മുഖ്യമായ കാര്യമാണ് ഒരിക്കൽ പോലും ദേഹാഭിമാനത്തിൽ വരരുത്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു വികർമ്മവും ചെയ്യുന്നില്ല. ഓർമ്മയിലിരിക്കുന്നില്ലെങ്കിൽ അവസ്ഥ തീർത്തും മുറിഞ്ഞു പോകുന്നു. ഞാൻ ഒരു ബാബയുടെ ഓർമ്മയിലൂടെ പാവനമാകുന്നു. ബാബ ആത്മാക്കളുടെ മഹിമ പാടുന്നു. ആത്മാക്കൾക്കാണ് മനസ്സിലാക്കി തരുന്നത്. ഞാൻ ശാന്തിധാമമാകുന്ന വീട്ടിലേക്ക് പോകുകയാണ്. ഞാൻ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നു. ബാബ പറയുന്നു, മന്മനാഭവ. ബാബ ഉറപ്പ് നൽകുകയാണ്, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ആയുസ് പോലും വർദ്ധിക്കും. സത്യയുഗം അമരലോകമാണ്. അവിടെ മൃത്യുവിന്റെ പേര് പോലുമില്ല. ഞാൻ ഭാഗ്യശാലിയാണ്. വിശ്വത്തിന്റെ അധികാരിയാകാൻ പഠിക്കുന്നു. ഈ പഠിപ്പിൽ ഞാൻ വളരെ ശ്രദ്ധ കൊടുക്കുന്നു. ആദ്യം വീടായ ശാന്തിധാമത്തിലേക്ക് പോകുന്നു. പിന്നീട് രാജധാനിയിലേക്ക് വരുന്നു. ശിരസിലുള്ള പാപഭാരങ്ങളെ ഭസ്മമാക്കണം. ദേഹാഭിമാനത്തിൽ വന്ന് ഒരു വികർമ്മവും ചെയ്യരുത്. ഞാൻ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ സഹയോഗത്തിലൂടെ സർവരിലും ശക്തി നിറക്കുന്ന ശക്തിശാലി ആത്മാവാകുന്നു. ഇത് ബാബ നൽകുന്ന വരദാനമാണ്. ശ്രേഷ്ഠ ഭാവനയിലൂടെ, ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ പരിവർത്തനം കൊണ്ടുവരണം. ഇപ്പോൾ ഈ സേവനമാണ് ആവശ്യമായിട്ടുള്ളത്. മാസ്റ്റർ ദുഃഖഹർത്താവായി മാറി ദുഃഖത്തെ പോലും സുഖത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് ശ്രേഷ്ഠ കർത്തവ്യം. ഓം ശാന്തി.